ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നമ്മളെ സംശയങ്ങളാണ്. MB എങ്ങനെ കുറക്കാം, അതേപോലെ ആവശ്യമുള്ള ഇമേജുകൾ എങ്ങനെ ചേർക്കാം, ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ എങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കാം, അതേപോലെ ഓഡിയോ മാത്രം എങ്ങനെ വീഡിയോ ആക്കി ചെയ്യാം, ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ അതിലേക്ക് എങ്ങനെ ചേർക്കാം. ഇങ്ങനെയുള്ള സംശയങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഏറ്റവും സിമ്പിളായി നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിന് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൈൻമാസ്റ്ററാണ്. കൈൻമാസ്റ്ററിൻ്റെ ക്രാക്ക് ചെയ്ത അഥവാ വാട്ടർമാർക്ക് ഒഴിവാക്കിയ ആപ്ലിക്കേഷൻ ഗൂഗിളിലൊക്കെ ലഭ്യമായി നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ കൈൻമാസ്റ്റർ ക്രാക്ക് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം കൈൻമാസ്റ്റർ ഓണാക്കുക. കൈൻമാസ്റ്റർ ഓണാക്കിയാൽ നമുക്ക് ഇതിൻ്റെ ഇടത് ഭാഗത്ത് കൈൻമാസ്റ്റർ എന്ന് വലിയ ഇതിൽ എഴുതി കാണിക്കും. അതേപോലെ നമ്മളെ ഗാലറിയൊക്കെ സൈഡിൽ ഇങ്ങനെ കാണിക്കും, മുമ്പ് ചെയ്ത നമ്മുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സെലക്ട് ആസ്പെക്റ്റോ റേഷ്യോ എന്ന് പറഞ്ഞിട്ട് 3 രീതിയിൽ നമുക്ക് ഇതിൻ്റെ സൈസ് കാണിക്കും. അപ്പോൾ ബാക്ക് ക്യാമറയിലൊക്കെ വീഡിയോ എടുത്ത ആളാണ് എങ്കിൽ ഈ 16:9 ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു ബ്ലാങ്ക് ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഒന്നും ഞാൻ ഇതിൽ വർക്ക് ചെയ്തിട്ടില്ല, ഇപ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്പേസാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി വീഡിയോ ആഡ് ചെയ്യുകയാണ്. ഇവിടെ ഏറ്റവും മുകളിൽ മീഡിയ എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയൊക്കെ നമുക്ക് ഓപ്പണായി വരും. നമ്മുടെ ഗാലറിയിലേക്ക് ആക്സസ് ആയാൽ നമ്മൾ ക്യാമറ എന്ന ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യും. നമ്മൾ വീഡിയോ റെക്കോർഡൊക്കെ ചെയ്തിട്ടുണ്ടാവുക സാധാ ക്യാമറയിലായിരിക്കുമല്ലോ. അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള വീഡിയോയിലേക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വലതുഭാഗത്ത് ടിക്ക് എന്ന് പറയുന്ന ചിഹ്നം കാണും, അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ നേരത്തെ കണ്ട ബ്ലാങ്ക് ഉള്ള സ്ഥാനത്ത് നമ്മുടെ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. ഇതിന് ശേഷം അടിയിൽ പോയി നമ്മൾ വീഡിയോയിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ വലതുഭാഗത്ത് കുറേ ചിഹ്നങ്ങൾ വരും. അതിൽ ഈ രണ്ടാമത്തെ ചിഹ്നത്തിലേക്ക് ക്ലിക്ക് ചെയ്താൽ സ്റ്റാർട്ട് പൊസിഷൻ, എൻഡ് പൊസിഷൻ എന്ന് കാണും. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്റ്റാർട്ട് പൊസിഷനിലേക്ക് നമ്മുടെ വീഡിയോ കിട്ടും. അതിനുശേഷം വലതുഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ നമുക്കുണ്ടാവും. ആ സമയത്ത് ആ വിഷയങ്ങൾ, ആ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് തുടക്കം റെഡിയാവാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏതുവരെയാണോ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ അതിലേക്ക് അടിയിൽ ക്ലിക്ക് ചെയ്ത് വലിച്ചു കൊണ്ടുപോയതിന് ശേഷം നമുക്ക് അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെയുള്ള നമുക്ക് ഓപ്ഷനുകൾ മുമ്പിൽ വരും. അപ്പോൾ അവിടെ ഈ കട്ടിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്താൽ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ആദ്യ ഭാഗത്താണെങ്കിൽ നമുക്ക് ട്രിം ടു ലെഫ്റ്റ് ഓഫ് പ്ലേ ഹെഡ് എന്ന് പറയുന്ന ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ അതുവരെ ഒഴിവാകും. ഇനി അങ്ങനെ ചെയ്യുന്നില്ല, ഇനി ഇടയിൽ വെച്ചാണ് നമ്മുടെ ആവശ്യമില്ലാത്ത വീഡിയോ ഒക്കെ കട്ട് ചെയ്യേണ്ടത് എങ്കിൽ എവിടെയാണോ വരുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് 7ാമത്തെ സെക്കൻഡ് മുതൽ 9ാമത്തെ സെക്കൻഡ് അതല്ലെങ്കിൽ 10ാമത്തെ സെക്കൻഡ് വരെ നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ നമ്മളെന്ത് ചെയ്യും, ആ 7ാമത്തെ സെക്കൻഡിലേക്ക് കൊണ്ടുപോയി ഇത് വെക്കും. കൃത്യമായിട്ട് എവിടെയാണ് ഇതുള്ളത്, ആ 7ാമത്തെ സെക്കൻഡിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ആ കട്ടിൻ്റെ ചിഹ്നം എടുക്കും. സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് എന്ന് പറയുന്ന 3ാമത്തെ ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്യും. അതിനുശേഷം 9ാമത്തെ സെക്കൻഡിലും പോയി നമ്മൾ വെക്കും. അവിടെയും പോയി സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് നമ്മൾ ക്ലിക്ക് ചെയ്യും. ഈ സമയത്ത് 7 മുതൽ 9 വരെയുള്ളത് സെപ്പറേറ്റായി നമുക്ക് കാണാൻ പറ്റും. ഇനി അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇടതുഭാഗത്ത് ഡിലീറ്റ് ചിഹ്നം കാണും, അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇനി നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ ഭാഗങ്ങൾ ഒഴിവാകും. ഇനി അറിയാതെ അതിൽ നമ്മൾ 9 സെക്കൻഡിന് പകരം അറിയാതെ 10 സെക്കൻഡ് എക്സ്ട്രാ കട്ട് ചെയ്ത് പോയിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ഇടതുഭാഗത്ത് ഏറ്റവും മുകളിൽ ബാക്ക് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അഥവാ ഡിലീറ്റ് ചെയ്ത സാധനം വീണ്ടും റിക്കവറായി വരുന്നതാണ്. അപ്പോൾ നമുക്കങ്ങനെ എടുത്തതിന് ശേഷം ഇല്ലാത്ത ഭാഗങ്ങൾ നമുക്ക് പിന്നെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കി പിന്നെയും കട്ട് ചെയ്യാവുന്നതാണ്. ഒക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോയുടെ ഒന്നിച്ച് നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി എന്തെങ്കിലും ഇമേജ് നമുക്ക് കൊടുക്കണമെങ്കിൽ എങ്ങനെ ആ ഇമേജ് കൊടുക്കാമെന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. വലതുഭാഗത്ത് ലെയർ എന്ന് കാണും. ആ ലെയർ എന്ന് കാണുന്ന സ്ഥലത്ത് മീഡിയ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും, അവിടെ പോവുക. അവിടെ പോയാൽ എന്തെങ്കിലും നമ്മൾ കൊടുക്കേണ്ട ഇമേജിലേക്ക് ക്ലിക്ക് ചെയ്താൽ
നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇമേജിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് വലതു ഭാഗത്താണെങ്കിൽ വലതു ഭാഗത്ത് വെക്കുക, ഇടത് ഭാഗത്താണെങ്കിൽ ഇടത് ഭാഗത്ത് വെക്കുക, ആവശ്യമുള്ള സ്ഥലത്ത് വെക്കുക. ഇതിൻ്റെ സൈസ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാവുന്നതാണ്. ഇനി എത്ര സെക്കൻഡാണോ വേണ്ടത് അത് ആ സെക്കൻഡ് വരെ ഇമേജിനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇങ്ങനെ ഇതായാൽ 8 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെ ഉണ്ടാവുള്ളൂ ഇമേജ്. ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ വീഡിയോ ഓപ്പണായി നമ്മളെന്തെങ്കിലും സംസാരിക്കുകയാണ്, ആ സമയത്ത് ഇമേജ് വരും. ഇമേജ് 10 സെക്കൻഡ് ആയാലും ഒഴിവാകും. എവിടെയാണോ ആവശ്യം വരുന്നത്, ആവശ്യം വരുന്നത് വരെ കുറയ്ക്കുകയും കൂട്ടുകയും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് നമുക്കിപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാക്കി കൊടുക്കാൻ എന്തെങ്കിലും ഇമേജും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇമേജ് കൊടുത്തു, അതേപോലെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ടും ചെയ്തു. ഇതിന് ശേഷം ഇനി അധ്യാപകൻ്റെ പേര് നമുക്ക് കൊടുക്കണം എന്നിട്ടുണ്ടെങ്കിൽ ലെയർ എന്ന ഭാഗത്ത് നമ്മൾ അടിയിൽ സെക്കൻഡ് ലാസ്റ്റ് ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഇത് കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അധ്യാപകൻ്റെ പേര് കൊടുക്കുക. ഞാനൊരു ഹബീബ് എന്ന പേരാണ് കൊടുക്കുന്നത്. അതിലേക്ക് ഓക്കെ അടിച്ചാൽ അവിടെ ഹബീബ് എന്നുള്ള പേര് സ്ക്രീനിൽ കാണാം. എവിടെയാണോ വെക്കേണ്ടത് അവിടെ സൈസ് കുറയ്ക്കുകയും കൂട്ടിയും നമുക്ക് വെക്കാം. അതിന് ശേഷം അവിടെ വലതു ഭാഗത്ത് നമുക്ക് ഫോണ്ട് നമുക്ക് മാറ്റാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ അവൻ്റെ പേര് ആ ഫോണ്ടിലായി വരും. അടിയിലൊക്കെ കുറേ ഓപ്ഷൻ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റാം പേരിൻ്റെ. ഇപ്പോൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണുള്ളത്. ഇനി റെഡ് ആണെങ്കിൽ അങ്ങനെ അതിൻ്റെ റെസല്യൂഷൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് ഒന്നും കൂടി നമുക്ക് കൂട്ടാൻ പറ്റും, ഒന്നും കൂടി രസമായി കാണാൻ പറ്റും. ഇനി അതേപോലെ സ്ക്രീൻ ഫുള്ളാക്കാൻ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ വിഡ്ത്ത് മുഴുവനാക്കിയാൽ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം വീഡിയോ തുടങ്ങിയ ശേഷം കുറച്ച് കഴിഞ്ഞാൽ അധ്യാപകൻ്റെ പേരിങ്ങനെ കാണിക്കും. പേരിങ്ങനെ കാണിച്ച് ഏതുവരെയാണ് വേണ്ടത് അതുവരെ നമുക്ക് പോകാൻ പറ്റും. ഉദാഹരണം വീഡിയോ തുടങ്ങി അധ്യാപകൻ്റെ പേര് നമ്മൾ സെറ്റ് ചെയ്ത പോലെ കാണിച്ചു. കുറച്ച് കഴിഞ്ഞാൽ അധ്യാപകൻ്റെ പേര് ഒഴിവായി കിട്ടും. ഇനി ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇമേജ് വേണ്ട അവസരത്തിൽ ഇമേജ് വരും. അത് കഴിഞ്ഞാൽ ഒഴിവാവും. അങ്ങനെ നമ്മൾ ഇമേജ് കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് കുറഞ്ഞ MBയിൽ നമ്മൾ വീഡിയോ എങ്ങനെ ലഭ്യമാക്കാമെന്ന് നോക്കാം. ഇടത് ഭാഗത്ത് ഷെയർ എന്ന് പറയുന്ന ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻ കാണും. എക്സ്പോർട്ട്, അതേപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, റെസല്യൂഷൻ, ഫ്രെയിം റേറ്റ്, അടിയിൽ എക്സ്പോർട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, HD ആക്കുന്നുണ്ടെങ്കിൽ HD ആക്കാം. അതേപോലെ തന്നെ HD അല്ലാത്ത അതിൻ്റെ താഴത്തുള്ള ക്ലാരിറ്റിയിലാണെങ്കിൽ 360p, അതേപോലെ തന്നെ 540p ഇങ്ങനെ കാണാൻ പറ്റും. ഏറ്റവും കുറവ് എന്ന് പറയുന്നത് 360p ആണ്. 360p ഇപ്പോൾ ഉദാഹരണം ഇത് HDയിൽ ഇതിൻ്റെ MB എന്ന് പറഞ്ഞാൽ 20 സെക്കൻഡിൻ്റെ വീഡിയോ HD നമ്മൾ ഒക്കെ എഡിറ്റൊക്കെ ചെയ്ത് 31 MB ഉണ്ട് 21 സെക്കൻഡിൻ്റെ വീഡിയോ. ഇനി നമുക്ക് ഈ വീഡിയോ HDയിൽ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഏറ്റവും പോയാൽ 3 MBയിലേക്ക് ചുരുങ്ങും. ഇനി ഇതിനേക്കാളും നമുക്ക് ചുരുക്കാൻ പറ്റും. 360p എന്ന് പറയുന്നത് ഏറ്റവും ക്ലിയർ കുറച്ചൊക്കെ കുറവുള്ള ഒരു ഓപ്ഷനാണ്. അവിടുന്ന് നമ്മൾ കുറച്ചാൽ പിന്നെയും കുറയും, 1 MBയിലൊക്കെ ആവും. അപ്പോൾ ഏറ്റവും നല്ലത് ഇപ്പോൾ ഒരു ദിവസം 3-4 ക്ലാസ്സൊക്കെ ഉണ്ട് എങ്കിൽ 360pയിലേക്ക് ഇടുക. അതല്ലെങ്കിൽ 540pയിലിട്ട് ഇവിടെ ഹൈ ഉണ്ട് എങ്കിൽ ഏറ്റവും ലോ ആക്കുക. ആ ലോ ആക്കിയതിന് ശേഷം ഇവിടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ വീഡിയോ ഏറ്റവും കുറഞ്ഞ MBയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഓഡിയോ ഇമേജ് വെച്ച് എങ്ങനെ വീഡിയോ ആക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ അതിലേക്ക് വരികയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത എല്ലാം ഒഴിവാക്കുന്നുണ്ട്. വീഡിയോയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുകയാണ്. ഇനി നമ്മൾ സ്ത്രീകളുടെ ക്ലാസ്സൊക്കെ ആണെങ്കിൽ ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഓഡിയോ മാത്രമായിരിക്കും, അത് വീഡിയോ രീതിയിലും അപ്ലോഡ് ചെയ്യേണ്ടതായി വരും. ആ സമയത്ത് നമ്മൾ പ്രധാനമായും ഏതെങ്കിലും ഒരു കിതാബിൻ്റെയോ അതല്ലെങ്കിൽ ബുക്കുകളുടെയോ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ ഇമേജ് കൊടുത്ത് ആ ഇമേജിലേക്ക് ഓഡിയോ
ആഡ് ചെയ്യുകയാണ്, സിങ്ക് ചെയ്യുകയാണ്. അപ്പോൾ അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള വിഷയമാണ്. ഇതുവരെയുള്ള നേരത്തെ ഒരു റിസ്ക്കും ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മീഡിയയിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു ഇമേജ് നമ്മൾ കൊടുക്കുക. ആ ഇമേജിലേക്ക് ക്ലിക്ക് ചെയ്ത് വലതു ഭാഗത്ത് നേരത്തെ വീഡിയോയിൽ ചെയ്തതുപോലെ ഷട്ടറിലേക്ക് നിൽക്കുക. അങ്ങനെ കൊടുത്താൽ വലതുഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇമേജ്, ഇപ്പോൾ നമ്മൾ ഇമേജ് ആഡ് ചെയ്തു. ഇനി നമുക്ക് വോയിസ് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. വോയിസ് എന്ന് പറയുന്നത് വലതുഭാഗത്ത് നേരത്തെ കണ്ടതുപോലെ ഓഡിയോ എന്ന് പറയുന്ന ഭാഗങ്ങളിലേക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏതാണോ റെക്കോർഡ് ചെയ്ത ഓഡിയോ, പേരൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ ഓഡിയോയിൽ, അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ, ഞാനിവിടെ ഒരു പാട്ടാണ് എടുക്കുന്നത്, കോപ്പിറൈറ്റ് ഇല്ലാത്ത ഒരു പാട്ട് എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് സിങ്ക് ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടു. ഇനി വലതുഭാഗത്ത് ടിക്കിൽ ക്ലിക്ക് ചെയ്യുക. വളരെ സിമ്പിളായി ഇപ്പോൾ ഇമേജും ഓഡിയോയും സിങ്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇമേജ് ഏത് വരെയാണോ ഉള്ളത് അതുവരെ ഓഡിയോ കേൾക്കുള്ളൂ. ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വീഡിയോ ഇമേജ് 5 സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ ഓഡിയോയും 5 സെക്കൻഡേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇമേജിലേക്ക് ക്ലിക്ക് ചെയ്ത് ഏതുവരെയാണോ ഓഡിയോ ഉള്ളത് അതുവരെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവുക. ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയാൽ അവസാനം അരമണിക്കൂറോ 20 മിനിറ്റോ ഓഡിയോ ഉണ്ടെങ്കിൽ അതുവരെ ഇമേജ് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയാൽ അതുവരെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇമേജ് ഉള്ളം വരെ നിങ്ങൾ ഓഡിയോ ഇങ്ങനെ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ പേര് എഴുതേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെയാണ് പേരും കാര്യങ്ങളൊക്കെ എഴുതേണ്ടത്. ഇനി എവിടെയെങ്കിലും ആവശ്യമില്ലാത്ത ഓഡിയോ കട്ട് ചെയ്യേണ്ടതായി ഉണ്ട് എങ്കിൽ അതിനെന്താ ചെയ്യുക? ഉദാഹരണത്തിന് എനിക്ക് 11ാമത്തെ സെക്കൻഡിൽ ആവശ്യമില്ല. ആ സമയത്ത് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്ത് ആ സമയത്ത് വലതുഭാഗത്ത് ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻ കാണും. കട്ടിൻ്റെ ഒരു ചിഹ്നം കാണും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏതാണോ വോയിസിൻ്റെ ആ ഭാഗം ആവശ്യമില്ലാത്തത് അവിടേക്ക് നമ്മൾ സ്പ്ലിറ്റ് എന്നുള്ളത് ഇതാക്കുക. 11ാം സെക്കൻഡ് മുതൽ എനിക്ക് 15ാം സെക്കൻഡ് വരെ എൻ്റെ വോയിസ് എനിക്ക് ആവശ്യമില്ലെങ്കിൽ അവിടെയും ഇതേപോലെ സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ ചെയ്യുക. ആ ഭാഗങ്ങൾ ഇവിടെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. ഓക്കെ, അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഉദാഹരണം ഇനി 10ാമത്തെ സെക്കൻഡ് മുതൽ പിന്നീട് കട്ട് ചെയ്ത ഭാഗങ്ങൾ നമുക്ക് ഇവിടെ കിട്ടൂല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, എവിടുന്നാണോ നമ്മൾ കട്ട് ചെയ്ത് കിട്ടാത്ത ഭാഗം മുതൽ നമ്മളവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ കൊണ്ടുവന്നാൽ ഇപ്പോൾ നിങ്ങൾ കട്ട് ചെയ്ത ഭാഗങ്ങൾ ഒഴിവായതിന് ശേഷം പിന്നീട് സാധാരണ നിങ്ങൾ വീഡിയോ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ്. ഇനി നിങ്ങൾക്ക് വ്യത്യസ്തമായ ഇമേജുകളാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എങ്കിൽ ഏതുവരെയാണോ ഇമേജ് ഉള്ളത് അതുവരെ ഇമേജ് വലിക്കുക. സിമ്പിളായി ഇമേജിവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇനി നിങ്ങൾക്ക് 10ാമത്തെ സെക്കൻഡ് മുതൽ വേറെ ഇമേജാണ് കൊടുക്കേണ്ടതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മീഡിയയിലേക്ക് പോവുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമേജ് സെലക്ട് ചെയ്യാം. ഒരു ഉദാഹരണം ഞാനൊരു ഡമ്മി ആയിട്ട് വെറുതെ ഒരു ഇമേജ് ഇവിടെ കൊടുത്തിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആവശ്യമുള്ളത് വരെ ഇമേജ് വലിച്ചുകൊണ്ട് പോവുക. ഇനി ഉദാഹരണം നേരത്തെ ഇമേജ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ 16 സെക്കൻഡ് വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഓഡിയോയും വീഡിയോയും സിങ്ക് ചെയ്യേണ്ട രൂപം. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ എങ്ങനെ ഏറ്റവും കുറഞ്ഞ MB-യിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇടത് ഭാഗത്ത് ഷെയർ എന്നുള്ള ചിഹ്നം കാണും. അവിടെ പോയി നേരത്തെ പറഞ്ഞ പോലെ HD ഉണ്ട്, SD ഉണ്ട്, 360p ഉണ്ട്. ഈ സമയത്ത് ഓഡിയോ വീഡിയോ ആണെങ്കിൽ നേരത്തെ പറഞ്ഞപ്പോൾ സ്ത്രീകളുടെയൊക്കെ ക്ലാസ് ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ മതി. 360pയിൽ ഇവിടെ ഹൈ ലോ എന്ന് കാണും. അതിൽ ഏറ്റവും ലോ ആക്കിയാൽ ഏറ്റവും കുറഞ്ഞ നമുക്ക് അരമണിക്കൂറിൻ്റെ ക്ലാസ്സൊക്കെ 10 MB-യിലൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇവിടെ എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത്
നമുക്കിങ്ങനെ കാണാൻ പറ്റും എക്സ്പോർട്ടിങ് പ്രൊജക്റ്റ്. ഇങ്ങനെ കണ്ടാൽ ഇനി നമുക്ക് വേറെ വാട്സപ്പിലേക്കോ മറ്റുള്ള ഫംഗ്ഷനിലേക്കോ ഒന്നും പോകരുത്. ഇത് ഫുള്ളാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് കൂടിപ്പോയാൽ 5-6 മിനിറ്റ് ആവശ്യം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ MX പ്ലെയറിൽ നമുക്ക് കാണാവുന്നതാണ് ചെയ്ത വീഡിയോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ വീഡിയോ നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ വീഡിയോ MX പ്ലെയറിലോ അതല്ലെങ്കിൽ ഫയൽ മാനേജറിൽ പോയി നമ്മുടെ കൈൻ മാസ്റ്ററിൽ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണും. അതിലേക്ക് പോയാൽ നിങ്ങളുടെ വീഡിയോ ലഭ്യമാകും. ഏറ്റവും ചുരുങ്ങിയ MBയിൽ നിങ്ങൾക്ക് വീഡിയോ ലഭ്യമാകും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.